ഗോയ്സ് നമ്മളങ്ങനെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം പോണ കടകളൊക്കെ തന്നെ എപ്പോഴും. എന്നാലും ഈ ഒരു മഞ്ഞത്ത് പോകുമ്പോൾ ആ ഒരു കാഴ്ച കാണാമല്ലോ. നല്ല തണുപ്പ് നോക്ക്. മഞ്ഞൊക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാവരും വണ്ടിമത്തേക്ക് മാറ്റി. വെയിലുണ്ട്, പക്ഷെ വെയിലുണ്ടെന്നുണ്ട് എന്തായാലും മഞ്ഞുണ്ട്. അത് പതുക്കെ ഉടഞ്ഞുടഞ്ഞ് പോവുള്ളൂ, അല്ല അലിഞ്ഞലിഞ്ഞ് പോവുള്ളൂ. ഒരു ഞായറാഴ്ച മഞ്ഞുള്ള ദിവസത്തെ വിശേഷങ്ങളുമായാണ്ടോ ഞാനിന്ന് വന്നേക്കണത്. ഇപ്പോൾ സമയം വൈകിട്ട് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പതിവ് പോലെ തന്നെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാണ്. ഞാൻ മുമ്പത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഞായറാഴ്ചയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്താറുള്ളത്. അപ്പോൾ അതേ രാവിലെ തന്നെ നമ്മൾ ആ വണ്ടിയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത കാരണം ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുവിധം പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഭാഗമൊക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ പിള്ളേരൊക്കെ ഫുള്ള് മഞ്ഞിൽ കളിയാണ്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, ഇങ്ങനെ അവിടെ സ്കേറ്റിംഗ് ഒക്കെ പോലെയൊക്കെ പിള്ളേർ ഇങ്ങനെ കളിക്കണത്. പിന്നെ ഈ പിള്ളേർക്കും പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചെറിയുക, പിള്ളേർ മാത്രമല്ല കേട്ടോ, നമുക്കും അങ്ങനെയൊക്കെ തോന്നിപ്പോകും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിച്ചെറിയാനും അങ്ങനെയൊക്കെ ഒരു രസമൊക്കെ തോന്നിപ്പോകും. ഒന്ന് വടിച്ചതാ, അപ്പൊ കേക്ക് മുറിച്ച പോലെ. കേക്ക് മുറിച്ച പോലെ. പിന്നെ ഇവിടുത്തെ സ്നോ നോക്കി തൊട്ടിട്ടില്ല, ഇങ്ങനെ കിടക്കണം നിരപ്പായിട്ട്. പിള്ളേർക്ക് മഞ്ഞിൻ്റെ കഥകൾ പറഞ്ഞിട്ട് തീരണേ ഇല്ല. ഷോപ്പിംഗ് പറഞ്ഞ് പുറത്തിറങ്ങിയതാണെന്നേ, മഞ്ഞിൽ കളി തുടങ്ങി എത്ര നേരമായി എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ദേ ഇങ്ങോട്ട് കുറേ ഇങ്ങോട്ട് നടന്നപ്പോഴാണ്ട് ഇവിടെ പിള്ളേർ ഫുള്ള് കളിയാണ്. ഇങ്ങനെ ഒരു ഷീറ്റ് പോലെ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഊർന്നിറങ്ങിയിട്ടേ, അതൊരു കുഞ്ഞൊരു കുളം പോലെയാണ് കേട്ടോ ആ കാണുന്നത്. കുളം എന്ന് പറഞ്ഞാൽ വലിയ താഴ്ചയുള്ളൊന്നും അല്ല, നമുക്കിങ്ങനെ നടക്കാനൊക്കെ പറ്റും. അപ്പോൾ പിള്ളേർ അതൊരു രസം തോന്നി ഫുള്ള് കളിയാണ്. ആ സാധനം ആ ഷീറ്റ് പോലത്തെ ഇവിടെ റെൻറ്റിനൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നേക്കണതാണ്. അപ്പോൾ ഇതേ നോക്കിക്കണ്ടേ, ചില മഞ്ഞൊക്കെ ഇങ്ങനെ ഐസായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേതോ വണ്ടിയുടെ അവിടെ നിന്ന് ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്നേക്കണതാണ്. ഈ പിള്ളേർക്ക് ഇതൊക്കെ കിട്ടിയാലും മതിയാവൂല കേട്ടോ. ഇങ്ങനെ ഐസും മഞ്ഞും ഒക്കെ ഇങ്ങനെ കളിയാണ്. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഇനി ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തേത് തണുപ്പാണ്, ഇങ്ങനെ നിൽക്കാനേ പറ്റണില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ വണ്ടി കയറി പോകാം, അതേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ പോകുന്ന വഴി കണ്ടില്ലേ, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തെ റോഡുകളൊക്കെ ഇവർ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. വഴി എന്ന് പറഞ്ഞാൽ വണ്ടി പോകുന്ന ഭാഗം മാത്രമേ നമ്മൾ നടക്കണ വഴിയൊക്കെ ഇവർ ഫുള്ള് ക്ലീൻ ചെയ്തിടും. പിന്നെ ആ വണ്ടി കിടക്കുന്ന സൈഡത്തുള്ള ആ മഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അത് പതുക്കെ അലിഞ്ഞു പോവുള്ളൂ. നല്ലൊരു മഴ പെയ്താൽ തീരണ പ്രശ്നമുള്ളൂ ഇതൊക്കെ. ഇപ്പം ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ വെയിലിടുന്നോട്ട് എന്താ കാര്യം, ചൂടൊന്നുമില്ല, ഫുള്ള് നല്ല തണുപ്പാണ് ഫീൽ ചെയ്യണത്. പുല്ല് പിടിപ്പിച്ച് ഇങ്ങനെ ഭംഗിയിൽ കിടന്ന് വെച്ചാൽ പച്ചപ്പ് പോലത്തെ സ്ഥലമൊക്കെ ഇപ്പോൾ ഫുള്ള് വെള്ള കളറിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ പഞ്ഞി കിടക്കണ പോലെയാണ്ടോ നമുക്ക് തോന്നുന്നത്, ഒരു പ്രത്യേക ഒരു ഭംഗിയില്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിന്ന് വ്ളോഗ് ചെയ്തത്. എന്തായാലും മഞ്ഞൊക്കെ പെയ്തല്ലോ, അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ഒരു വണ്ടിമത്തെ മഞ്ഞൊക്കെ മാറ്റണ ആ ഒരു രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതേ നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് കിടന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ റോഡൊക്കെ നല്ല പക്കാ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെൻറ് മഞ്ഞ് വീഴാൻ നോക്കിയിരിക്കും, അപ്പം തന്നെ വന്നിട്ട് റോഡൊക്കെ ക്ലീനാക്കും ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ടേ. അതുകൊണ്ട് പിന്നെ റോട്ടിലേക്കൊക്കെ ഇറങ്ങണേന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ സ്വന്തമായിട്ട് വീടുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് പണി കൂടും. അവരുടെ വീടിൻ്റെ ആ ഒരു മുറ്റവും കാര്യങ്ങളൊക്കെ അവരവർ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഫാർമേഴ്സ് മാർക്കറ്റിലേക്കാണ് കേട്ടോ വന്നേക്കണത്. നമ്മൾ സ്ഥിരം വരാറുള്ള അതേ ആ ഒരു ഷോപ്പിലാണ്. നമ്മളങ്ങനെ ഫാർമേഴ്സ് മാർക്കറ്റിൽ വന്നേക്കാണ്. എപ്പോഴും കാണിക്കാറുള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല. എങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അറിയാതെ വീഡിയോ എടുത്തോട്ടെ, അത്രക്ക് ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം വില കുറവുണ്ട് കേട്ടോ ഈ ഒരു ഫാർമേഴ്സ് മാർക്കറ്റിൽ. അതിപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഈ ഫാർമേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫാമിൽ നിന്ന് തന്നെ നേരിട്ട് സാധനങ്ങൾ കൊണ്ടുതന്നെ ആണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും പേര് ഫാമേഴ്സ് മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പഴത്തിൻ്റെ കളക്ഷൻസ്, ഇവിടെ ഒരുപാട് കിഴങ്ങുകളുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഏതൊരു സാധനം എടുത്തു നോക്കിയാലും അതിൻ്റെ തന്നെ പല പല രാജ്യങ്ങളിലുള്ള ഐറ്റംസുകൾ കാണാൻ സാധിക്കും കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു സവാള, ആ സവാള പല പല രാജ്യങ്ങളിലുള്ള ഉണ്ടാവും. ഇപ്പോൾ അതേ ഇഞ്ചി തന്നെ പല രാജ്യങ്ങളിൽ, വെളുത്തുള്ളി, അങ്ങനെ തക്കാളി, അങ്ങനെ എന്തെടുത്താലും അതായിട്ട് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഇപ്പോൾ അതേ വിൻ്റർ ആയപ്പോഴത്തേനും ഈ ഒരു സമയത്ത് ഉണ്ടാവണ പൂവും ഇലകളൊക്കെയാണ് കേട്ടോ അതിൻ്റെ ബൊക്കെ അതിൻ്റെ ചെടികൾ അതൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വിൽക്കാനായിട്ട് വെച്ചേക്കണത്. നമ്മൾ കുറച്ച് ഐറ്റംസുകളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഇനി നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ്. അടുത്തായിട്ട് നമ്മൾ ഷോപ്പ് റേറ്റിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമുക്ക് ഒരുപാട് കടകൾ കയറാനുണ്ട്. ഞാൻ ഇതിനു മുമ്പും ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാം കൂടി ഒരു കടയിൽ നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. നമുക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങൾ പല പല കടകളിലായിട്ടാണ് കിട്ടണത്. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ ഷോപ്പ് റേറ്റിലേക്ക് ഇപ്പോൾ അടുത്ത് വന്നേക്കണത്. ചില വണ്ടികളുടെയൊക്കെ നോക്കിക്കണ്ടേ മേളിലൊക്കെ മഞ്ഞ് കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാട്ടാ. വണ്ടികൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറക്കാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റാക്കില്ലേ, ഇത് മൊത്തം ഈ ചോക്കോസ് കെലോക്സിൻ അതിൻ്റെയൊക്കെ ഒരു ശേഖരം എന്ന് തന്നെ പറയാം കേട്ടോ. ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. എൻ്റെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേരും നമ്മളും ഒക്കെ കൺഫ്യൂഷനായി പോവും ഏതെടുക്കണമെന്ന്. പറഞ്ഞു കൊടുക്കുമ്പോൾ തോന്നും അയ്യോ അത് വേണ്ട അടുത്ത എടുക്കാമെന്ന്. അത്രയ്ക്ക് കളക്ഷനാണ് കേട്ടോ. ഈ കാണാൻ കണ്ടില്ല, അറ്റത്തൊടുങ്ങി അങ്ങേ അറ്റം വരെയാണെന്നേ ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ അത്യാവശ്യം അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരുപാട് ക്രിസ്മസ് ട്രീകളുടെ അതിൻ്റെ കളക്ഷൻസ്, അതായത് ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടൊരു ഐറ്റമാണ്. ഇതിൻ്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്. എനിക്കിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കണ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ അവിടെ പോവാതെ ഒരു രക്ഷയില്ല. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴും മഞ്ഞൊക്കെ ഒരുവിധമൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ? ഈ ഷോപ്പിലും ഇവിടെ അതേ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് എവിടെ നോക്കിയാലും ക്രിസ്മസിൻ്റെതായ ഡെക്കറേഷനാണ് കാണാൻ സാധിക്കുക. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്കിനി അത്യാവശ്യം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ റവയാണ് കേട്ടോ. ഒരുപാട് റവയുടെ ബ്രാൻഡഡ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അതേ നോക്കിക്കേണ്ട ഇത് ഫുള്ള് അരികളാണ്. ബസുമതി റൈസ്, കൈമ റൈസ്, മട്ട റൈസ്, അങ്ങനെ പല പല റൈസുകളാണ് ഈ ഒരു റാക്കുകളിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ നിന്നും കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായി. അതൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കാറെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കാണിക്കണമൊക്കെ തന്നെയാണല്ലോ, അതേ ഷോപ്പും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ നിങ്ങളെ കൂടുതൽ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത്. ഇനി ഞാൻ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഈ ഒരു മഞ്ഞിൽ നമുക്ക് ഇവിടുത്തെ വീടുകളുടെ ഒരു ഭംഗി എങ്ങനെയാണെന്നൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതേ നോക്കിക്കണ്ടേ, എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ഫുള്ള് മുറ്റമൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊതഞ്ഞ് കിടന്നിട്ട് ആ വീടിൻ്റെ മേൽക്കൂരയും ഒക്കെ ഇങ്ങനെ മഞ്ഞാണ്. ഈ കാണുന്നത് ഒരു ഷോപ്പാണ് കേട്ടോ. ഇതാണ് വീടുകൾ. അപ്പോൾ ഇതൊക്കെ കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയല്ലേ. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും കിട്ടൂല കേട്ടോ ഈ ഒരു കാഴ്ച. കാരണം വെച്ചാൽ മഞ്ഞ് പെയ്ത ഒരു ദിവസം തന്നെ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഭംഗി കിട്ടിയത്. അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് അലിഞ്ഞലിഞ്ഞ് പോകുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ കിട്ടിയ ഭംഗി നമുക്ക് ഷൂട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ആ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. കഴിഞ്ഞ തവണ പോലും ഇത്രയും മഞ്ഞ് പെയ്തിട്ടില്ല എന്നാണ് കേട്ടോ എല്ലാവരും പറയണത്. മഞ്ഞ് പെയ്തില്ല എന്ന് വെച്ചാൽ ഇത്രയൊക്കെ കട്ടിക്ക് മഞ്ഞ് പെയ്തില്ല എന്നാണ് എല്ലാവരും പറയണത്. എന്തായാലും എനിക്കും അങ്ങനെയൊക്കെ തോന്നി. കാരണം വെച്ചാൽ ഭയങ്കരമായിട്ട് പൊതഞ്ഞ ഒരു സ്കെയിലിൻ്റെ ഒരു നീളത്തിലുള്ള ഒരു കട്ടിയിലായിരുന്നു കേട്ടോ മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഇതേ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ വേറൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാൻ അതേ കണ്ടില്ലേ, ഇവിടെ ഫ്രണ്ടിലൊരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ പിന്നെ അതങ്ങോട്ട് മറന്നു പോകും. പിന്നെ ഇതിൽ വരുമ്പോഴാണ് ഓർക്കുള്ളൂ. ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ, എല്ലാം മരം വെച്ചിട്ടാണ് കേട്ടോ പണിയണത്. അപ്പോൾ അതിൻ്റെ പണി ഏകദേശം ഇങ്ങനെ ധൃതി പിടിച്ച് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ റൂമിൽ ചെന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ടാണ് നമ്മൾ അടുത്തതിന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഇനിയിപ്പോൾ റൂമിൽ ചെന്നിട്ട് ഇനി കുറേ പണികളൊക്കെ ഉണ്ടെന്നേ. അപ്പോൾ അതൊന്നും എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യലൊന്നും നടക്കൂല. നമ്മളങ്ങനെ വൈകിട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണേണ്. പോണ വഴിക്ക് എച്ച് മാർട്ടിലൊന്ന് കയറണം. കുറച്ച് മീനൊക്കെ മേടിക്കാനുണ്ട്. അന്ന് വാങ്ങിയ മീനൊക്കെ തീർന്ന്. മറ്റേ മീൻ്റെ മുട്ട, പിന്നെ കല്ലുമ്മക്കായ, അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ നമ്മളന്ന് വാങ്ങിയല്ല. അപ്പോൾ അതെല്ലാം തീർന്ന്. അപ്പോൾ അത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എച്ചുമാട്ടി തന്നെ പോകണം. അപ്പോൾ കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എച്ചുമാട്ടിലും കയറി ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് എച്ചുമാട്ടിൽ. അപ്പോൾ എങ്ങനെയായാലും പ്ലാൻ ചെയ്യുക, പോകണ സൗകര്യം പോലെ.
എച്ചുമാട്ട എന്തോ 10 മണി വരെ ഉണ്ടെന്ന് തോന്നണം. ആ ഒരു ഇതുപോലെ നോക്കിയിട്ട് നല്ല തണുപ്പുണ്ട് ഇപ്പോഴും. മഞ്ഞൊക്കെ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ. നമ്മളിപ്പോൾ ഒരു 6:15 ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നേരം ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ വേറൊരു കാഴ്ച കാണിച്ചു തരാം. ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളും ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം, ഇത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് വീടുകൾ ഡെക്കറേറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇതേ കണ്ടോ, എല്ലാ വീടുകളും അത് ഇവിടെ മത്സരിച്ചാണ് ഓരോ വീടുകളും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണത്. ഫുള്ള് ലൈറ്റും പിന്നെ പല പല ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് അത് കാണാനായിട്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഹലോവീൻ്റെ സമയത്തൊക്കെ ഇതിൽ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളായിരിക്കും ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു സീസൺ ആയപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഏതൊരു ടൈമിൽ വന്നാലും ഇവിടെ അടിപൊളിയാണ് കാണാനായിട്ട്. നമ്മളങ്ങനെ എച്ച്-മാർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. ഇതൊരു കൊറിയൻ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫിഷ് വാങ്ങിക്കാനാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇവിടെ ഒന്നും തത്തിക്കളിക്കണില്ല, നേരെ അങ്ങടാണ് പോണത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ചക്കയൊക്കെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ തവണ ചക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, വലിയ മധുരമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ നമ്മൾ ചക്കയൊന്നും അങ്ങനെ വാങ്ങിക്കണില്ല. കാരണം വെച്ചാൽ എല്ലാം അങ്ങോട്ട് അത്ര നല്ലതായിരിക്കില്ലല്ലോ. ഫസ്റ്റ് തന്നെ നമുക്ക് സാൽമണാണ്ടോ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ അവിടെ നമ്മൾ സാൽമൺ വാങ്ങിയിട്ട് നമ്മൾ ആ കേരള ഒരു മസാലയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണയും നമ്മൾ സാൽമൺ വാങ്ങിക്കുന്നുണ്ട്. നല്ല വിലയാണ് കേട്ടോ ഇത്, എന്നാലും നല്ല ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് അതൊക്കെ വാങ്ങി. പിന്നെ ഈ ഇരിക്കണതെല്ലാം ഫുള്ളും ഫ്രോസൺ ഐറ്റംസുകളാണ്. അതായത് ചെമ്മീൻ, ക്രാബ്, കൂന്തൽ, പിന്നെ മീനിൻ്റെ മുട്ട, അതൊക്കെ ഇങ്ങനെ ഫ്രോസൺ ആയിട്ടാണ് ഈ ബോക്സിൽ ഇങ്ങനെ വെച്ചേക്കണത്. അപ്പം മീനിൻ്റെ മുട്ടയൊക്കെ ഫ്രോസൺ ആണ് കിട്ടുള്ളൂ, എന്നാലും അതൊക്കെ എപ്പോഴും കിട്ടൂലല്ലോ, അതുകൊണ്ട് നമ്മൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ട്രേയിൽ കണ്ടില്ലേ ഞണ്ട് ഇട്ടേക്കണത്, ഇത് നല്ല ജീവനുള്ള ഞണ്ടാണ് കേട്ടോ ആ കാണുന്നത്. ഞണ്ട് തന്നെ പല ടൈപ്പ് ഞണ്ടുകൾ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ മീനിൻ്റെ മുട്ട ഇവിടെ 3 ടൈപ്പ് ഇരിപ്പുണ്ട്. 3 ടൈപ്പ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് മീനിൻ്റെ മുട്ട. അപ്പോൾ അത് ഏതൊക്കെയെന്നുള്ളത് അറിയില്ല, എന്തായാലും 2 ടൈപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ലോബ്സ്റ്റർ. കാണുമ്പോൾ തന്നെ പേടിയാവണുണ്ടല്ലേ. ഇവിടെ അമേരിക്കയിൽ ലോബ്സ്റ്ററിൻ്റെ ഐറ്റംസുകൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ഭയങ്കര കൂടുതലാണ് കേട്ടോ. നമ്മളിപ്പോൾ കഴിഞ്ഞ തവണ ബോസ്റ്റണിലൊക്കെ പോയപ്പോൾ അവിടെ മെയിനായിട്ട് കിട്ടണത് ലോബ്സ്റ്റർ റോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇത് വാങ്ങി കറി വെക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കത് കണ്ടിട്ട് തന്നെ പേടിയായിട്ട് വയ്യ. അത് എന്തോ മാതിരിയൊക്കെ ഇരിക്കുന്നുണ്ടായി, ജീവനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് മീനിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പല പല രാജ്യങ്ങളിലുള്ള മീനുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. നമ്മളവിടെ നിന്ന് അങ്ങനെ കൂടുതലൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മെയിനായിട്ട് മീനിൻ്റെ മുട്ട വാങ്ങി, പിന്നെ കല്ലുമ്മക്കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ, അങ്ങനെ 1-2 ഐറ്റംസുകളൊക്കെ നമ്മൾ വാങ്ങി. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫിഷ് നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണല്ലോ വാങ്ങിക്കണത്. അവിടെ നമ്മുടെ അയില അതൊക്കെ നമുക്ക് കിട്ടും, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അയിലയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഇവിടെയും കിട്ടുമെങ്കിലും എനിക്ക് ഇവിടത്തേലും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടണ ഈ ഒരു കല്ലുമ്മക്കായൊന്നും അവിടെ കിട്ടൂല, അതുകൊണ്ടാണ് നമ്മളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ നടന്ന് കാണാനൊക്കെ, പക്ഷേ അതിനുള്ള ടൈമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണമല്ലോ. അപ്പോൾ ഇവിടെ കുറേ ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ, ഈ കൊറിയൻ ഫുഡുകളാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് എന്തായാലും പറ്റൂല കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു മണമൊന്നും പറ്റൂല, ജസ്റ്റ് ഇങ്ങനെ നോക്കാമെന്നും മാത്രം. ഒരുപാടുണ്ട് കേട്ടോ പല ടൈപ്പ് ഫുഡുകൾ, ബേക്കറി ഐറ്റംസുകളൊക്കെ ഇവിടെ ഇങ്ങനെ അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. മഞ്ഞും തണുപ്പായതുകൊണ്ടാണോ എന്നറിയില്ല, വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണണമെന്നില്ല. എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. നമ്മൾ ഇതിനു മുമ്പൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നേക്കണത്, ഓർമ്മയുണ്ട്. അതിൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഷാലിമാർ എന്നാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ അതേ ആ നേരെ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, അത് മലബാർ ഗോൾഡാണ് കേട്ടോ. മലബാർ ഗോൾഡ് മാത്രമല്ല, ഇതിനോട് അടുത്ത് തന്നെ കല്യാൺ ജ്വല്ലേഴ്സ്, അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് ജ്വല്ലറികളും ഡ്രസ്സ് ഷോപ്പുകളൊക്കെ ഈ ഒരു ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഫുഡായിട്ട് ഫസ്റ്റ് തന്നെ അതേ കോഫിയാണ് കേട്ടോ. പാകിസ്ഥാൻ റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഇന്ത്യൻ കോഫി ഉണ്ടായിരുന്നു ഇവിടെ, അതുകൊണ്ട് ഈ തണുപ്പത്ത് നല്ല ചൂട് കോഫി കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് മട്ടൻ റിബാണ്, പിന്നെ ഇത് കോളിഫ്ലവറാണ് കേട്ടോ മഞ്ചൂരിയൻ, പിന്നെ ഒരു ഷവർമ, പിന്നെ മട്ടൻ ബിരിയാണി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫുഡായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്.
ഇവിടെ ഈ പാകിസ്ഥാനികളുടെ മെയിനായിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ റൊട്ടിയും മട്ടൻ കറിയാണ്. അതുകൊണ്ട് തന്നെ മട്ടൻ്റേതായ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാവും. അതിൽ മട്ടൻ റിബ് അടിപൊളി ടേസ്റ്റാണ്. നമ്മളെപ്പോൾ വരുമ്പോഴും അത് ഓർഡർ ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മളൊരു കോക്കും ഒക്കെ കുടിച്ചതിന് ശേഷം ഉണ്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പാണ്. ഈ ഒരു ടൈമിൽ ഉള്ള തണുപ്പ് എന്ന് പറഞ്ഞാൽ ഫീൽസ് ലൈക്ക് -19 ആയിരുന്നു. എൻ്റെ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രക്ക് തണുപ്പാണ്. അത് എനിക്കറിയില്ല കേട്ടോ, അത് എത്ര ജാക്കറ്റ് ഇട്ടാലും എത്ര കയ്യോറ ഇട്ടിട്ട് ഒരു കാര്യമില്ല, എങ്ങനെയൊക്കെയോ തണുപ്പ് ഇങ്ങനെ അരിച്ചരിച്ച് വരുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു തണുപ്പത്തൊക്കെ ഇങ്ങനെ നടക്കുക, അതിങ്ങനെ ആസ്വദിക്കുക എന്നുള്ളതൊക്കെ. പിന്നെ വണ്ടിയിലൊക്കെ കയറിയാലും ഏതെങ്കിലും ഷോപ്പിലോ റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയാലും ഹീറ്ററുള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു തണുപ്പ് സഹിക്കുക എന്നുള്ളത്. പിന്നെ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇവിടെ പിള്ളേർക്കും ഹസ്ബൻഡിനൊക്കെ തണുപ്പൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അവരൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു തണുപ്പിൽ ഉള്ള ഈ ഒരു മഞ്ഞിലുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പതിവില്ലാതെ പെയ്തൊരു മഞ്ഞായതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് പെയ്ത്. കാര്യം പെയ്യുമെന്നൊക്കെ അറിയാം, ഇത്രക്ക് കഠിനമായിട്ട് പെയ്യുമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു മഞ്ഞ് വീഴ്ചയിൽ വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ പോകുന്ന വഴിയിൽ ഇതേ നോക്കിക്കേണ്ട ഇതൊരു ദോശക്കടയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഇതിൽ പോകുമ്പോൾ വിചാരിക്കും അയ്യോടാ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ദോശ കഴിക്കണമെന്ന്. പിന്നെ അത് അങ്ങോട്ട് വിട്ടുപോകും. പിന്നെ ഇതിൽ പോകുമ്പോഴാണ് പിന്നെ അയ്യോ ഇതിലിവിടെ കയറിയില്ലല്ലോ എന്ന് വിചാരിക്കണത്. എന്തായാലും ഇവിടെ ഒരു തവണ വന്ന് ദോശ കഴിക്കണ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, ദോശ കിട്ടണതും ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അങ്ങനെ ദോശക്കടകളൊക്കെ ഇവിടെ ഫേമസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അമേരിക്കയിലെ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.